ഇങ്ങനെയാണ് ഒരു കടയിൽ നിൽക്കണേ. ക്രെഡിറ്റ് കാർഡ് നമ്മളൊന്ന് റിലാക്സ് ആയേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോഡ ഡ്രിങ്ക്സ്, ഇതിനകത്ത് കോള ബോട്ടില്, ഇതായിരുന്നല്ലോ നമുക്ക്, ഏതായിരുന്നു നമുക്ക് കൂടുതൽ ചെലവുണ്ടായിരുന്നു? സോഡ ബോട്ടില് ഇതല്ലേ? കോള ബോട്ടിൽ, കോള ബോട്ടിലാണ്. എടാ വെളിയിലൊരു കോള ബോട്ടിൽ വന്നിട്ടുണ്ടാ, അതൊന്നും അകത്തോട്ട് വെച്ചതാ. ഈ ഷെൽഫിലെടുക്ക്, കോള എടുക്ക്. അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോവാൻ എന്റെ പൊന്നമ്മച്ചി കൈ അത് നിറച്ചല്ലേ അതിനകത്ത്? പിന്നെ മാറണോ? എടാ എന്തേലും ഒന്ന് സെയിൽ ഇടറേ. ഇല്ല, അതിനകത്ത് വെച്ചോ. എന്തിനാ മാറ്റണേ? താഴെ അതിന് $1 മേളില് $3. അപ്പൊ കാർഡ് പേയ്മെന്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ വല്ലതും കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി കടക്കാരൊക്കെ പൂട്ടിയാണ്, നമ്മള് മാത്രം. എടാ ഈകളെ നമ്മള് കുറച്ചു നേരമായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ജോക്കി, ഞാൻ ഒരു കട മുടിഞ്ഞ് ഇത് എല്ലാരും അടിച്ചിറക്കുമാരൊക്കെ കട എവിടെ കട അടക്കുന്നത്? ഇത് എവിടെ കട അടക്കുന്ന? ഓഫ് പോയി, ഓഫിനെ കട ഓഫ്. ഇത് എടുക്കാൻ പറ്റൂലേ? ഇവിടെ അവിടെ ഓഫ് ചെയ്യാൻ പറ്റൂ. കടയൊക്കെ അടിച്ച് പോകും. ബില്ലൊന്നുമില്ല, പോ. കട അടച്ചു. കട അടച്ചില്ലടാ. അടച്ചില്ലേ? ഇത് അടക്കാൻ പറ്റില്ല. എൻഡ് ഓഫ് ഡേ. ഞാൻ കൊറേ പേരെ അടിച്ചോ. ടോട്ടൽ കസ്റ്റമേഴ്സ് 100. 25 പേര് സാധനം കിട്ടാതെ പോയി. വില കൂടുതലാന്ന് പറഞ്ഞ ഒരുത്തം പോയി. മോഷണം നടന്നിട്ടില്ല, കംപ്ലൈന്റുകൾ ഇല്ല. ഫ്രാഞ്ചൈസി ലെവല് 7 നമ്മുടെ ഇൻകം $4639. മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ് 0. അത് കുഴപ്പമില്ല, നമ്മള് മോഷണം നടന്നില്ല. ബോട്ട് പ്രോഡക്റ്റ് കോസ്റ്റ്, അതായത് ഏകദേശം മൊത്തം ഇൻകം 4600 വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു 2,14,075 സാധനം മേടിച്ച്. എടാ 2140.75 അങ്ങനെയാണോ? അത് ഡോട്ടാണോ? അത് കോമയല്ലേ അത്? ഡേ ബാലൻസ് 5201 രൂപ. എങ്ങനെ നോക്കിയാലും ലാഭം. എടാ 4639 ഇൻകം, അതിൽ നിന്ന് 2140 പോയി. പിന്നെ ഒരു -7700. 7 2 9 4600 -5201. ജോഗി, ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ഈ രാത്രിയിലൊക്കെ വെള്ളം അടിച്ചിട്ടിരുന്ന് ബിസിനസ് പ്ലാൻ പറയുന്ന ചങ്കിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ പോണത്. നമ്മൾ ഓവറായിട്ട് സാധനം ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ്, മനസ്സിലായോ? സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുവല്ലേ, ഇത് ബ്രേക്ക് ഈവൻ ആകും. നാളെ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിടുത്തമില്ല. നമ്മളിപ്പോ കൊറേ സാധനം ഇറക്കിയില്ലേ, ഇപ്പൊ നാളെ വിറ്റ് പോകണ്ടേ? നാളെ വിറ്റ് പോകുന്നേ. ഇത് പോത്തില്ലേ ഇത്? ഹലോ, മഞ്ഞ് പെയ്ത്. അപ്പൊ മറ്റേ സാധനത്തിന് ഇച്ചിരി ഇത് കൂടും. ഇതൊന്ന് ഓപ്പൺ ചെയ്ത മറ്റേ ലോബി ഒന്ന് ഓപ്പൺ ചെയ്തേ. ലോബിയ ഓപ്പൺ ലോബി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഷെൽഫില് പട്ടിത്തീട്ടം വെള്ളത്തിൽ കുപ്പിക്കകത്ത് പൊതിഞ്ഞ് എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് മാത്രം കുടിക്കാനുള്ളത്. ഇത് എന്താണിത്? ഈ സാധനം മനുഷ്യന് പോയിട്ട് പട്ടിക്ക് പോലും കൊടുത്താൽ കുടിക്കൂല, തുപ്പിക്കളയോ അത്. അതുപോലത്തെ എന്തോ ഒരു സാധനം ഒരു 50 കിലോ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് 2 ഫ്രീസർ ഇവിടെ മനുഷ്യനെ വെക്കാനാണോ വെറുതെ കേട്ടോ. ഇത് മറ്റേ എവിടെ കൊണ്ടുവെക്കും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓവർ പ്രൈസിന് നമുക്ക് കസ്റ്റമേഴ്സ് ഒരാളെ പോയുള്ളൂ. അത് അവന് മേടിക്കാൻ പോയിട്ട് താല്പര്യമില്ല, അവൻ മേടിക്കണ്ട, പോട്ടെ. ഞാൻ അതല്ല പറയുന്നേ. നമുക്കിനി ജോക്കി നമുക്ക് സ്റ്റോർ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരണം. അത് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഇരിപ്പില്ലേ, ഇത്രയും സ്റ്റോക്ക് വിറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജോക്കി,
ഈ ഫ്രീസറില്ലേ, ഈ ഫ്രീസറിനകത്ത് എന്തൊക്കെ വെക്കാൻ പറ്റും? അങ്ങനെയാണ് ഈ ഫ്രീസറൂടെ നിറച്ച കടം മേടിച്ചിട്ടാലും ഞാൻ ഈ ഫ്രീസർ നിറയ്ക്കാം. അവസാനം മീറ്റ് അതാണോ ഇതിനകത്ത് വെക്കാൻ പറ്റുന്നേ? പിന്നെ അതല്ലേ ഈ ഫ്രീസർ. ചിക്കൻ, മീറ്റ്, മുട്ട. നമുക്ക് നമ്മുടെ അവിടെ ചിക്കനും മീറ്റ് മുട്ടയൊന്നും ഇല്ല. ചീസ് വെക്കാൻ പറ്റില്ല, നോക്കിയായിരുന്നു. ആ ചീസ്, മറ്റേ മാർലാല ചീസ് വെക്കണം കേട്ടോ, മാർലാല ചീസ്. അല്ല ഇവിടെ എന്തൊക്കെയോ സാധനം കുമിഞ്ഞുകൂടി പിസ്സ, ബാർബിക്യൂ, ഫ്രഞ്ച് ഫ്രൈസ്. ഇതെന്താ അതൊക്കെ ഏതാ ജോക്കി? ഇവിടെ 80 എണ്ണം ഒരാൾക്കും വേണ്ടാത്തത്. എവിടെ എന്ത് വെറുതെ വാങ്ങിച്ചിട്ടില്ല. മിൽക്ക് ഉണ്ടല്ലോ മാറി, മിൽക്ക് ബ്രിക്ക്. ഇതൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റുമായിരിക്കും. ആ ഇതാണ് മറ്റേ ഇതൊന്നും ഇതിനകത്ത് പാൽക്കട്ടയൊന്നും അതിനകത്ത് വെക്കാൻ പറ്റൂല. ഫ്രീസർ മേടിക്കണം. അല്ല ഈ മേളിൽ എന്തോ ഇരിക്കുന്നത്? ദോഷമാവോ? ഏതാ കിമ്മിടി ചീസ്. സ്കിം ചീസ് വെക്ക് ജോക്കി. ഇതിനെല്ലാം ഫ്രീസർ വേണമെന്ന്. ഫ്രീസർ ഒന്നും വാങ്ങിക്കേ. ഇത് പൈസ അല്ല കേട്ടോ, പൈസ ഇല്ല ഫ്രീസർ മേടിക്കാൻ. ഇതൊരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? $1000. ഹലോ, ഇത് എവിടുന്ന് കിട്ടി? ആ കണ്ണാപ്പി കടക്ക് ഐശ്വര്യ. ഓക്കെ ഒരാൾ വന്നതിന്റെ $1000 കിട്ടി കേട്ടോ. ഞാൻ ഒരു ഫ്രീസർ വെക്കട്ടെ. ഒരു മിനിറ്റ്. കൊണ്ടാപ്പോടെ ഈ അഹൽ തേജ് ഇത് നീയാണ് കണ്ണാപ്പി. എനിക്ക് ഫ്രീസർ കാണിക്കുന്നില്ലടാ. എനിക്ക് സെക്കൻഡറി ഫർണിച്ചറാ, പ്രൈമറി ഫർണിച്ചർ ഇതൊന്നും കാണിക്കുന്നില്ല. ഫ്രീസർ ഒന്നും. പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്, പ്ലാസ്റ്റിക്. എനിക്ക് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡബിൾ ഫ്രിഡ്ജ് ആയിരിക്കും, ഡബിൾ ഫ്രിഡ്ജ് ആയിരിക്കും. ഡബിൾ ഫ്രിഡ്ജ് അല്ല. പിന്നെ ഏതാ ഫ്രീസറിന്റെ എന്ത് പേരാ? ഞാൻ നോക്കാം. എടാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എങ്ങനെയാ? എനിക്കിപ്പോ സെക്കൻഡറി ഫർണിച്ചറിലാ വന്ന് കിടക്കുന്നത്. അതെങ്ങനെ മാറ്റുന്നേ? എക്സ് ആണോ? ഡബിൾ ഫ്രിഡ്ജ് ആയിരിക്കും. ഡബിൾ ഫ്രിഡ്ജ്. ആ ദാണ്ടാ സ്റ്റാൻഡിങ് ഫ്രീസറാ പൊട്ടാ. വെച്ചോ ജോക്കി വെച്ചോ. ആ എവിടെ വെച്ച്? ഒരു മിനിറ്റ്. അകത്ത് സ്റ്റോറൂമിനകത്തോ? അല്ലല്ല കണ്ടാ എവിടെ 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 എവിടെ? ഇതൊന്നും അല്ല ജോക്കി. പൈസ പോയി. എടാ ഫ്രീസർ ഇതാണ്. ആ അതാണ് ഇതിനകത്ത് വെച്ചോക്ക്, ഇതിനകത്ത് വെച്ചോക്ക്. അല്ലല്ല, ഈ ഫ്രീസർ എടുക്കുന്നത് എങ്ങനെയാ? എടാ സ്റ്റാൻഡിങ് ഫ്രീസർ ആയിരുന്നു വെച്ചാ. സ്റ്റാൻഡിങ് ഫ്രീസർ, സ്റ്റാൻഡിങ് ഫ്രിഡ്ജ് ആണ് വേണ്ടത്. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ്. നീയല്ലേ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല വേണ്ടുന്നേന്ന് ആദ്യം. ഇത് രണ്ടര വിൽക്കണം ഈ സാധനം. ഈ സാമാനത്ത് എന്തൊക്കെ വെക്കാൻ പറ്റുന്ന എങ്ങനെ അറിയാ? എടാ ഇതിനകത്ത് ചിക്കൻ മീറ്റ് ഒക്കെ വെക്കുന്നേ. തൂക്കിയിട്ട് ഇത് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റും. പൈസ പോവില്ലേ? ഗോക്ക് വിറ്റ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. നീ അപ്പൊ പകുതി പൈസ എന്താ കിട്ടാൻ തോന്നുന്നു. ആർക്കറിയാം. പകുതി പൈസ കിട്ടുള്ള. എടാ ഇതിനകത്ത് ചീസ് വെച്ചോ. ഇതാരാ പാൽപ്പായസം ഒരുന്ത വെച്ചിരിക്കണേ? ഹലോ, വാരി അടുക്കുമ്പോ എന്നോട് പറയടാ. ഞാൻ ശിവന് എനിക്ക് ബില്ലൊക്കെ അടിക്കണം. ഇത് പാൽപ്പായസം എന്താ ഇത്? അത് കോള കോള അതോ അല്ല ബട്ടർ പായസം. അത് അത് ഇതാണ് അണ്ണൊരു ടി വി വെക്കട്ടെ. ഞാൻ $4.5. ഫ്ലാഷ് ലൈറ്റ് ഇടണ്ടാ. എടാ പായസം അല്ലടാ അത്. പിന്നെ ഞാൻ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് ചിന്തിക്കുന്നോണ്ടേ കട രക്ഷപ്പെടാത്ത. കാരണം $1 നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ $10 വിറ്റ് നോക്ക്. ആൾക്കാർ മേടിക്കാൻ നോക്കാം. വേണ്ട, താല്പര്യമില്ല. നിന്നെ പോലത്തെ ഒരു ഉമ്മനെ കടയിൽ കൊണ്ടുവന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. മാനുഫാക്ചറിങ് ഫ്രിഡ്ജ് അതെന്താ സാധനം? അതുണ്ടാ ഫ്രിഡ്ജ് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് കേക്ക്. കട തുറക്കാൻ സമയം ഇതാ. അപ്പുറത്ത് ശങ്കരന്റെ ഗുണാന്റെ എല്ലാം കട തുറന്ന് മുട്ടം കച്ചവടം. നമ്മള് മാത്രം ഇവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കണം. ഇത് കണ്ട ഇതൊക്കെ ഒരു മിനിറ്റ് വെയിറ്റ്. ഈ തറയിലൊക്കെ കിടക്കുന്ന എന്തോന്നൊന്ന് നോക്കി നോക്കിയേ. ഇത് കോള. ഹലോ, പാലോ? ഇതെന്തോ ഇത്? ഈ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാൻ പറ്റൂല. ഈ ചെറിയ സോനാപ്പിൽ എന്തോ ഈ ഫ്രിഡ്ജിൽ മനുഷ്യനെ വെട്ടിയരിഞ്ഞ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇത് വിൽക്കാൻ പറ്റൂ? ഇത് എങ്ങനെ വിൽക്കണേ? മീറ്റ് വെക്കുന്നേടാ, മീറ്റ് വെക്കുന്നേ. നമുക്ക് സ്റ്റാൻഡിങ് ഫ്രിഡ്ജ്. പാല് വെച്ചോ? അതെവിടെ? ഇവിടെ പാല് വെച്ചോ? ആ ഗോകു പാല് വെച്ച് ചേട്ടാ. ഓരോ സാധനം വെക്കുമ്പോ എന്നോട് പറയണേ. എനിക്ക് ബില്ലടിക്കണേ കറക്റ്റ് ആയിട്ട്. എണ്ണം ബില്ലടിയാണോ? എന്തോ പൈസ കിട്ടിയല്ലോ. അതെന്താണ്? ഒരു ഫ്രിഡ്ജ് ആരെങ്കിലും വെക്കടാ ഒന്ന്. ഫ്രിഡ്ജില് പൈസ ഇല്ലാണു. അതെന്താ ഗോകു? കോള പാക്ക്. ഓ യുവർ പ്രൈസ് 2.5. അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടോ? അത് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടല്ലോ. എടാ കോള പാക്ക് ദേ ഇവിടെ ഇവിടെ ഈ ഇതിനകത്തുണ്ടറാ. ഞാൻ മേടിച്ചു. കോള പാക്ക് മേടിക്കില്ലേ? ഐഡിയ പറയട്ടെ. നമുക്ക് ഈ പെട്ടി ഇവിടെ തുറന്നിട്ട് അപ്പൊ ആൾക്കാർ വന്ന് ഈ പെട്ടി എടുത്തിട്ട് നോക്കണല്ലോ. എടാ മണ്ടന്മാരെ. എടാ ഗോകു ഇങ്ങോട്ട് വന്നേടാ. എന്റെ കയ്യിൽ ബില്ലടിക്കുന്ന പെട്ടിയുടെ സൈഡിൽ ഇട്ടാ പോലെ ഇതിങ്ങനെ.
ബസ് ബോയ് ഇങ്ങോട്ട് വന്നേടാ, അത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. നീ ഇതാ ഈ കോളയെല്ലാം ഇവിടെ നിന്ന് പറക്കിയിട്ട് ഇവിടെ വെക്ക് ഇവിടെ. ഇനി പറ്റൂല. അതെന്താ? അതിന്റെ ബോക്സ് എടുത്തേ കളഞ്ഞ്. എടാ, എന്താടാ നിന്റെ എന്തൊക്കെയാണ് ഇങ്ങനെ കട ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ പിടിച്ചിട്ട് അത് എടുത്തോണ്ട് വാ. അത് കിട്ടിയില്ല. അതിൽ ലോറിക്കാരി കൊണ്ടുപോയി, ചേച്ചി കൊണ്ടുപോയി, അയ്യോ ചേച്ചി കൊണ്ടുപോയി. അയ്യോ കോർപ്പറേഷനിലെ ആള് കൊണ്ടുപോയി. തല്ലി മടി. തല്ലല്ല ഇങ്ങനെ ഒരു കടയിൽ നിൽക്കണേ അഞ്ചിനെ പിടിപ്പിക്കാൻ. കോളപ്പാക്ക് വേറെ ഉണ്ടോ? കടവർക്കൽ അവസാനത്തെ ഒരു പരീക്ഷണോടെ. വെയിറ്റ് നമ്മുടെ നെറ്റ് ഷോ നമുക്ക് ഇവിടെ സാധനങ്ങളെല്ലാം ദേ ഒരു കണ്ടെയ്നർ സാധനം ഇരിക്കുന്ന സ്റ്റോർ റൂമില്. അത് ദേ ഇഡലിയൊക്കെ എടുത്ത് വെക്ക്. അണ്ണാ ഇഡലിയല്ല, അത് ചീസാണ്. ഞാൻ ഇഡലിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഇഡലിയല്ല അണ്ണ എന്നൊന്ന് റോട്ടി നോക്കട്ടൊന്നും കേറുന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞേ അണ്ണൻ. വന്ന് സാമാനം ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഏത് ഇപ്പഴത്തെ വെച്ചോ? നന്നായാലും. എടാ ഞാൻ പറയട്ടെ, കുഞ്ഞു കളിക്കല്ലേ, കട തുറക്കണേ നമുക്ക്. ഞാൻ ഉള്ള കാര്യം പറയണേ. അമൃത പറ്റി. ഓ, ഇത് അവർലി ആയിട്ട് കേറും. ഞാനുണ്ടേ ഇതിലെ ഒരു ഫ്രിഡ്ജ് കാണുന്നില്ലല്ലോ. അത് വെച്ചാ ഈ ഫ്രിഡ്ജ് വേണ്ട. എന്തോ വേണ്ടേ? അത് വേണ്ട, വിറ്റ് വിറ്റ്. ഇനി ഒരു ഫ്രീസർ ആണെന്ന് തോന്നുന്നു. ഫ്രീസർ ഉണ്ടോ? ഞാൻ പറഞ്ഞു നമ്മുടെ ഇതിലത്തെ സാധനം ഇരിക്കാൻ നോക്കട്ടെ. വെയിറ്റ്. എടാ, ഞാനൊരു സാധനം വെക്കുവാണേ, സെൽഫ് ചെക്കൗട്ട്. വെക്കല്ലേ പൈസ പോയി, 2000 പോയി. ജോക്കി വെക്കല്ലേ, അത് സിദ്ധാക്ക് ജോക്കി. ആ അണ്ണാ അതേ ജോക്കി സെൽഫ് ചെക്കൗട്ട് വെക്കല്ലേ ഇത് ജോക്കി. ഈ സാധനം കയറ്റി ഇതായിരുന്നു അണ്ണാ വേണ്ടത്. ഈ ഫ്രിഡ്ജ് ആയിരുന്നു വേണ്ടത്. ഈ ഫ്രിഡ്ജ് വെച്ചോ? ഓ ശരി, സാധനം എടുത്തിട്ട് വേണം, എല്ലായിടത്തും വേണം. ഇതിലൂടെ ഞാൻ വെക്കാൻ പറഞ്ഞ ആദ്യം. ഇത്ര കുറച്ചുകൂടെ ഓരോരോ സാധനം മാത്രമേ വെക്കാവോ ഒരെണ്ണത്തിൽ. എനിക്ക് വില ഇടാനുള്ളതാണ്. ആ ചേച്ചി നല്ല ഓഫർ ഉണ്ട്, കേറ്. ഞാൻ മറ്റേ മെഷീൻ എടുത്തോണ്ട് വരട്ടെ ഒരു മിനിറ്റ്. ഞാൻ കബോർഡ് കൊണ്ട് കളയാൻ പോവാ. വില ഇടട്ടെ. കുറച്ച് വില കൂട്ടിയിട്ട് ഞാൻ സെയിൽ കൊണ്ടുവെക്കാം. സ്കിംഡ് യോഗട്ട് $4. അണ്ണ കുറച്ച് വില കൂട്ടി ഞാൻ സെയിൽ യോഗട്ടാ. എന്നാ $4, $1 പ്രോഫിറ്റിൽ എല്ലാം വിൽക്കാവേ. എല്ലാം $1 കുറച്ച് ഇതായിട്ട് ചിന്തിക്ക്. ഇത് 2.5. നമ്മൾക്കൊരു 3.40 വിറ്റോ. 3.40. ഓക്കെ. അണ്ണ ഏതിലൊന്നിന് മറ്റേ പാർമിജാനോ ചീസില്ല, അതിന് വില കൂട്ടിയിട ഞാൻ സെയിൽ വെക്കാം. ഏതിനാ പാർമിജാനോ ചീസ്. ചീസ് 2.1 മാർക്കറ്റ് പ്രൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, $3.5 ഇട്ടിട്ട് സെയിൽ ഇട്. എന്നിട്ട് ഫ്ലാഷ് സെയിൽ ഫ്ലാഷ് സെയില് 3.4 വെക്കാം. ഫ്ലാഷ് സെയില് ഞാൻ 3.5 ഇടാ കേട്ടാ. 3.5 ഇടുവാണേ. അല്ല ഞാൻ ഒരു 10% ഓഫ് കൊടു. $3.8 ഇട്ടിട്ട് 10% ഓഫ് കൊടുത്തിട്ട് പറ്റിക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. കടയിൽ സ്റ്റോക്ക് ഇറക്കിയാ നിക്ക് ഒന്ന് കട തുറക്കല്ലേ. ഇത് വെക്കുന്ന എങ്ങനെ മറന്നു പോയല്ലോ. ഒരു പിടുത്തം ഇല്ല അതെങ്ങനെയാണെന്ന്. 3.95 $5 വെക്കണം. വാനില യോഗട്ട്, വാനിലക്കൊക്കെ ഭയങ്കര വിലയാ. ഈ സെയിൽ എടുത്ത് കളയാൻ പറ്റുമോ ഈ കോളാടെ? ആ കോളയുടെ സെയിൽ എടുത്ത് കളാ. ആ സ്റ്റിക്കർ എടുത്ത് അപ്പുറത്ത് ഒട്ടിച്ചിട്ട് കോള മാറ്റിട്ട് വേറെ എന്തെങ്കിലും പേര് ഒട്ടിച്ചു വെക്കും. കളയുന്ന എങ്ങനെ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. നിക്ക് കട ജോക്കി ഡെഡ് സ്റ്റോക്ക് ഇനിയുണ്ട് കുറച്ച് സാധനം. ഇതുണ്ട്. ഇതെന്താ ഓർഗാനിക് ആയിട്ട് വില ഇടുവണ്ണ. ഏതിന് വില ഇടണം? ഓർഗാനിക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എടാ നീ സ്റ്റോക്ക് ഇറക്കല്ലേ, കൊണ്ടുവരുന്ന സ്റ്റോക്ക് ഇവിടെ കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി. ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇത് മറ്റേ ഗ്രീൻ ടീ ആൾക്കാരെന്ത് ചോദിച്ചേ? ഗ്രീൻ ടീ അല്ലേ? ഓക്കെ, ഗ്രീൻ ടീ. ഓക്കെ. നീ
നീ ആ, ഇത് വേണ്ടതായിരുന്നു കേട്ടോ, ഇത് വേണ്ടതാണ്. കുറെ പേര് കസ്റ്റമേഴ്സ് പോയത് ഈ ഗ്രീൻ ടീ മിന്റും ഇല്ല. അപ്പൊ ആൾക്കാർ കുറെ വന്നല്ലേ? ഗ്രീൻ ടീ ആ പിന്നെ അപ്പൊ $3 അത്രയും കൊണ്ടുപോയോ? 3.5 കൂട്ടണ്ണ 4ഓളം വെക്ക്. മന്ത്രി സെയിൽ എങ്ങനെ കളഞ്ഞോ? സെയിൽ കളയുന്ന എങ്ങനെ? ഗ്രീൻ ടീക്ക് ഒരു $4 ഒക്കെ. ഇതൊക്കെ ആവശ്യക്കാരുള്ളതല്ലേ ഇതെല്ലാം? എടാ 4 കൂടുതൽ വെക്കടാ. അണ്ണ ഞാൻ ഓവർ പ്രൈസ്ഡ് ആവും ജോക്കി. ബിസിനസ് നടത്തി പരിചയമില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്ന കേക്ക്. അതെ 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 അതെ. അരി ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. കാരണം ഇതെല്ലാം മേടിച്ചിട്ട് അരി ഇല്ലെങ്കിൽ ഞാൻ അരി സ്റ്റോക്ക് ചെയ്യണേ. ഒരു മിനിറ്റ് വേറെ നിങ്ങൾ ആരും സ്റ്റോക്ക് ചെയ്യല്ലേ? സ്റ്റോക്ക് ചെയ്യുമ്പോ എന്നോട് പറയണേ. ബേസിക് പ്രോഡക്റ്റ് അരി മാത്രം ഞാൻ മേടിക്കുകയാണേ. ഈ കട എങ്ങനെയാണോ തൂക്കുന്നേ? ഇപ്പൊ തന്നെ 50,000. എടാ അരി വെളി വന്നിട്ടുണ്ട്, അരി വെളി വന്നിട്ടുണ്ടെന്ന് അരി. അരിയുടെ അരിപ്പെട്ടിയുടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? വെള്ളം കൂടെ ഓർഡർ ചെയ്തിട്ട് കട തുടങ്ങാവേ. കട തുറക്കാവേ. അണ്ണാ അരി ഞാൻ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഞാൻ വെള്ളം ഓർഡർ ചെയ്യട്ടെ. വെള്ളം പ്രോഡക്ട്സ് വാട്ടർ ബോട്ടിലല്ലേ? ആകെ $1,400 -$53. ഹലോ എന്താ വെള്ളം മേടിച്ചതാ. തുടക്കത്തിന് നഷ്ടക്കച്ചവടം. എടാ വെള്ളത്തിന് $1 ഉള്ളൂ. പെർക്ക് അക്യൂർഡ്ന്ന് എന്ത് പെർക്ക് കിട്ടിയല്ലോ? ഹലോ അപ്പൊ മറ്റേ പുതിയ സാധനമാണല്ലോ മറ്റേ പിസ അതൊക്കെ അതാന്ന് തോന്നി. ഞാൻ അൺലോക്ക് ചെയ്തത്. ഞാനിപ്പോ അൺലോക്ക് ചെയ്തത്. ദയവേത് കണ്ണാപ്പി ഓർഡർ ഞങ്ങൾ എടുത്തോളാം. അത് ഓർഡറല്ല ഇവിടെ മറ്റേ അൺലോക്ക് ഞെക്കി ചുമ്മാ ഇങ്ങനെ ഞെക്കി ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇവ മറ്റേ ഓറഞ്ച് സോഡയൊക്കെ അൺലോക്ക് ചെയ്ത്. എടാ കണ്ണാപ്പി ഈ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട്. $1 ആക്കാം. എല്ലാം മേടിച്ച് പൂച്ചുവാ. നമുക്ക് ക്യാൻഡ് ഫുഡ് ആയിരുന്നു വേണ്ടത്. ഈ ഫ്രിഡ്ജൊക്കെ ക്യാൻഡ് ഫുഡാ? മറ്റേ പിസ അതൊക്കെ അതാണ് ഈ ഫ്രിഡ്ജ്. കാലി ഫ്രിഡ്ജില്ലേ അതിൽ വെക്കുന്ന സാധനം തോന്നുന്നു. ഐശ്വര്യമായിട്ട് തുറക്കട്ടെ. ഈശ്വര ഭഗവാനെ ദൈവമേ നല്ല കച്ചവടമുള്ള ദിവസമായിരിക്കണേ. ഇതൊന്നും സെയിൽസ് നോക്കാൻ പറ്റുന്നില്ല അണ്ണാ. അത് ഒരു ദിവസം ഒരു സെയിൽ. നമ്മൾ ഓഫറിലാണ് ഇന്നത്തെ. എല്ലാരും വിളിച്ചിട്ട് ഐശ്വര്യായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണടാ. പുള്ളിക്ക് എന്തോ ബില്ലടിക്കാതെ പുള്ളിയൊക്കെ ഇറക്കി വിട്ടല്ലോ ഓഫറായിട്ട്. വെള്ളമുണ്ട്, ഫ്രീ കൊടുത്താലോ? എന്ത് പറയുന്നതാണ്? എടുക്കട്ടെ. അതെ ഞാൻ ഇവിടെ തലാ പറഞ്ഞ സെൽഫ് കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് പൈസ പോലെ. അല്ല ജോക്കി, ഈ കൗണ്ടറിൽ നിൽക്കുന്നത് ഒരു ആക്ടിവിറ്റിയാ. അതാ സെൽഫ് കൗണ്ടർ വേണ്ടെന്ന് പറഞ്ഞേ. എന്താ ഗൂഗിൾ ഇവർ എത്ര മേടിച്ചേ? ഞാനൊന്ന് കൗണ്ടർ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെയാടാ ബില്ലടിക്കുന്നത്? ഹലോ അണ്ണാ അത് ക്ലിക്ക് ചെയ്യ, സാധനത്തിൽ ക്ലിക്ക് ചെയ്യാ. ഒരു കാർഡൊക്കെ തന്നെ കേട്ടോ. $8 ചീസ്. പെട്രോൾ അടിച്ചാൽ മതി. തിരിച്ച് പൈസ കൊടുക്കുന്നത് എങ്ങനെ? ഹലോ പൈസ കൊടുക്കുന്നത് എണ്ണണോ? ചീസ് കൊടുത്തു പോയോ? തള പോകുന്നില്ല. ഞാനേ കൂടുതലടിക്കും. എണ്ണടാ പൊട്ടാ, 4 എണ്ണ. കട അടപ്പിക്കോ കണ്ണാപ്പി നീ? പെട്ടെന്ന് $100 ലാഭം കയറി കണ്ടില്ലാണ്. പൈസ കയറുന്നുണ്ടേട്ടാ കുറച്ച്. കട മെച്ചപ്പെടുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ മെച്ചപ്പെടായിരിക്കും? ഞാൻ മറ്റേ ഇവിടെ ക്യൂ ആയേ. ജോക്കി പെട്ടെന്ന് ജോക്കി പടപടന്ന് അടിച്ച ജോക്കി ആള് നിൽക്കുന്ന ജോക്കി. എടാ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാവോ? അഡ്വർടൈസ്മെന്റ് നോക്കട്ടെ. ഇവരെന്താ പറയണ? പൈനാപ്പിൾ സോഡ, കോൾഡ് ബ്രൂ. നോട്ട് കണക്കറിഞ്ഞൂടാ. ആരിലൊന്നും വന്നേടാ കൗണ്ടറിലോട്ട്.
എന്താ എടീ, എനിക്ക് ഇതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. 37 രൂപ തിരിച്ചു കൊടുക്കേ. 37 ഒരു 20 ഒരു 10. ചുമ്മാറാ. ഈ കോമ കഴിഞ്ഞിട്ട് എന്താ 93 ഇട്ടേക്കുന്നത്? അപ്പൊ ഞാൻ എത്ര കൊടുക്കണം? സെൻസ് അത് സെൻസ് സെന്റാടാ സെന്റ്. സെറ്റ് അല്ലേ? ഒരുത്തർ 50 കൊടുത്ത് വിട്ടേട്ടാ. ഇവരെന്തു പറയുന്നു? ഓറഞ്ച് സോഡ കൊറേ പേര് പറയുന്നു. അത് ഈ കണ്ണാപ്പി ഇപ്പൊ അൺലോക്ക് ആക്കിയതാണ്. അത് ആൾക്കാരൊന്ന് എടാ അത് ചോദിച്ചു. സിറിയൽസ്, ഹണി സിറിയൽസോ അതൊക്കെ അണ്ണാ 51 കൊടുക്കാനുള്ള 41 കൊടുക്കാൻ 50 രൂപ കൊടുത്ത് വിട്ടു. ഞാൻ വീണ്ടും വലിച്ചു കേട്ടോ. അപ്പാപ്പന്റെ $10 അധികം. അതിലൊന്ന് കൗണ്ടർ ചെയ്ത് നിൽക്കണ കണക്കറി ചൂടല്ലോ. ഓ ഇത് മാറിടാ കണ്ണാപ്പി, ഞാൻ കൗണ്ടർ ചെയ്തോളാം. മാറ്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞുതരാം. നിക്ക് 54. അണ്ണാ ഇവൻ മാറണ്ടേ? മാറ് മാറ്. ആ ഇതുകൊണ്ടത് ഈ ബില്ലൂടെ എനിക്ക് അടിക്കാൻ പറ്റൂ. ഇതൊന്ന് അടിച്ചോട്ടെ. പൈസ ഒന്നുമില്ല അവൻ. അണ്ണാ കള്ളറാ കള്ളറാ. പൈസ ഒന്നുമില്ല. കള്ള കയറി അറിയാ ഫ്രണ്ടിരിക്കുന്നതിനെ അടിയണ. അവളെന്തിനാ അടിക്കുന്നേ? അവനടിച്ച് അടി അടി ഓർഡർ ബേബി കൊടു. മതി. അണ്ണ ബാക്കി കസ്റ്റമറെ അടിക്കില്ലടാ ഗോകു. അവ കാശ് തരാൻ നമ്മളൊക്കെ വിടാതെ വിചാരിച്ചു. നീ ഒന്ന് കൗണ്ടർ ചെയ്ത് മാറിയടാ ദയവ് ചെയ്ത്. ഇനി എന്തോ ചെയ്യേണ്ടത് ഇവിടെ? ഇവിടെ അവിടെ ചെയ്യാലോ, കാശ് തരണം. ലൈറ്റ് സാധനം വരും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ആ കമ്പ്യൂട്ടറിൽ പൈസ വരും. ആ പൈസ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി കൊടുക്കാനുള്ള പൈസ ബാക്കി എത്ര ബാക്കി കൊടുക്കാനുള്ള? മണി ഗിവൺ 20, മണി ടു റിട്ടേൺ 11. ആ $11 തിരിച്ചു കൊടുക്കണം അല്ലേ? ഒരു $10 എടുക്കുക, ഒരു $1 എടുക്കുക. അതെങ്ങനെ കൊടുക്കും? 10 സെന്റ് കൊടുക്കുക. അന്നേരം കറക്റ്റ് ഇവിടെ പൈസ വരും. കറക്റ്റ് പൈസ ആകുമ്പോ അണ്ണന്റെ അവിടെ വരും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൂടുതൽ വലിച്ചാലും പറഞ്ഞേ. അങ്ങനല്ല ഇവൻ പറയുന്നല്ല. 8,90 ഉണ്ടോ? അതാണ് അണ്ണൻ കൊടുക്കേണ്ട പൈസ. 8 രൂപ കൊടുക്കണ്ടേ? 8 രൂപ കൊടുക്കേണ്ടത്. മന്ദാരം എന്താ പറയുന്നേ? അണ്ണ 8 രൂപ കൊടുത്തേ. അണ്ണ 8.90 9 രൂപ കൊടുത്തിട്ട് 10 രൂപ പോട്ടെ, 10 സെന്റ് പോട്ടെ. പോടാ 11 രൂപ അണ്ണന് കൊടുക്കേണ്ടത്. അണ്ണ ഒരു $10 ഒരു $1 കൊടു. എന്നിട്ട് ഒരു $10 സെന്റ് $10 സെന്റ് അല്ലേ അത്? ഇത് 50 പേരായ ക്യൂയില് $10 ഇത് എത്ര കൊടുക്കണ്ടേ? അപ്പൊ അണ്ണ അപ്പൊ ഇല്ലേ മറ്റേ ഫയർ പറഞ്ഞ സെൽഫ് ചെക്കൗട്ട് കണ്ടാ അണ്ണ എടുക്കുന്ന കാശോ അതിൽ മനസ്സിലായി 5 സെന്റ് കൂടെ. ആ ഓക്കെ അടുത്ത നെക്സ്റ്റ്. ഓ ഇവൻ കൊറേ സാധനം അധികം മേടിച്ചിട്ടുണ്ട് കേട്ടാ. കാടോ അവന്റെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. സ്ക്രീനിൽ ആണെങ്കിൽ ക്യൂ നിർത്തിക്കോ. എന്ത് സ്ക്രീനിൽ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യണ 15 അടി ലാഭം നമുക്ക് തന്നെ. 7 സെന്റ് ലാഭം. ബിസിനസ് മാനായിട്ട് ചിന്തിക്കുക. നല്ലവനായിട്ട് നിക്കണ്ട. അതെന്തി അത് പോയോ? ഇതായോ? പിന്നെ ആയി $15 കിട്ടി. ഇല്ല അണ്ണ അടിച്ചത് തെറ്റാ. 14 കൊമേടണം 14 രൂപയ്ക്ക് 1000 രൂപ ബില്ലടിച്ചേക്കുന്നത്. ഇതെന്താടാ ഗോകു? നിന്റെ കൗണ്ടറിൽ എത്ര പേരാണ്? അണ്ണാ ഞാൻ ഒരു പറഞ്ഞിട്ടാണ് ഒരു കൗണ്ടർ കൂടെ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഭയങ്കര തിരക്ക്. ഇല്ല ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഇപ്പൊ പടവട അടിക്കുമല്ലോ. അപ്പുറത്തെ കൗണ്ടറൊക്കെ അണ്ണൻ പടപടയെന്ന് അടിക്കുന്നുണ്ട്. പൈസ പൊട്ടിച്ചോണ്ട് പോയി. ഹലോ ഒരു സെക്കൻഡ്. $5 കൊണ്ടുപോക്ക് കുഴപ്പമില്ല ചേട്ടാ. ഓഫർ ഉണ്ട്. ഇവള് ആനക്കള്ളിയാണല്ലോടാ ഇവള്. ബിരിയാണി $5 ആ ഒരു $6 ഇരുന്നോട്ടെ കുഴപ്പമില്ല. എന്താ കൊണ്ടുപോക്കോ. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഓഫറാണ് സാർ. താങ്ക് യു സോ മച്ച്. എടാ സോഡ കൊറേ പേര് മറ്റേ ഇത് കോള കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ. അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനല്ലേ ഫ്ലാഷ് ലൈൻ ഇട്ടത്. ചുമ്മാടാ. കോള തീർന്ന എന്ത് ചെയ്യണം? കോള റീസ്റ്റോക്ക് സാധനം കോളേന്തി എവിടെ? എടാ മറ്റേ പട്ടിക്കാട്ടം പോലത്തെ ജ്യൂസും കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ.
ഓട്ടല്ലേ വർക്കൗട്ടായി അടന്റെ ബിസിനസ് വർക്കൗട്ടായി. സത്യം അതേ പറഞ്ഞു ഓപ്പറേറ്റർ കൊടുത്തത് കോളയിട്ട് ഇപ്പൊ പുതിയ സാധനം പറഞ്ഞേ അരി ചക്ക് യോ ഇവരെന്തോ ഏത് നല്ല ക്യാഷ് ടീം കേട്ടാ. ഇവന്റെ അകത്തൊന്നും ഒരു 30 പോയാൽ അറിയത്തില്ല. 30 ക്യാഷ് 12 കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കൂട്ടിയടിക്കാൻ പറ്റൂല. കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കറക്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ നോക്കിയായിരുന്നാ. $2 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ക്യാഷ് തരുന്നതിനെ പറ്റിക്കാവേ. അതിപ്പോ എന്തൊരു പരിപാടി ഉണ്ട് ഇപ്പൊ പൈസ കൂട്ടാനുള്ള മണി ടു റിട്ടേൺ. അയ്യോ $38 സോഡപ്പാക്കില്ലെന്ന് പറഞ്ഞ കരയുന്നാണ്. 30 സോഡ ബാഗോ 36 37 ഉള്ളത് മേടിച്ചു കുടിച്ചിട്ട് പോട്ടെ. പിന്നെ ഇതെന്ത് ഇനി വെക്കാൻ സ്ഥലമില്ല ഇതില്. ഏതെങ്കിലും ഒരെണ്ണം വില്ലാട്ടെ കൊണ്ടുപോ കുഞ്ചു. സോഡപ്പാക്ക് വെച്ചൊന്ന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഐഡിയ തോന്നുന്നു. എന്താണ് ഐഡിയ നിന്റെ? ഞാനേടാ കോളയുടെ വില അല്പം കൂട്ടി. എത്ര? $10. പത്താ? എടാ ഒരിക്കലും പോവൂലടാ. അത് ഒരിക്കലും അണ്ണാ അതിപ്പോ 20, 10, 30, $35. ഇതൊക്കെ ഓഫറാണ് സാർ. ഇനിയും വരണേ. അപ്പുറത്തെ കടയിലൊന്നും പോയി മേടിക്കല്ല. എല്ലാ പട്ടിക്കാട്ട സാധനങ്ങളാ അവിടത്തെ. കാർഡ് സാർ SBI യുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 5% ഞങ്ങൾ ഇങ്ങോട്ട് പിടിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാർഡില്ലല്ലേ ഇതല്ലേ $10 ഇട്ടിട്ട് $9 വിൽക്കുന്നുണ്ട്. ഓക്കെ കാർഡ് 23 70. ഞാൻ ഇവിടെ ബില്ലിംഗ് ആണ്. ഇപ്പൊ കൗണ്ടർ ഫ്രീ ആവോ? ഇപ്പൊ മണി ടു റിട്ടേൺ 55 സെന്റ്. ഓ കോളയൊക്കെ ആൾക്കാർ എടുത്തോണ്ട് പോകണ്ടോണ്ടാ. $5 $5 കോൾ എടുക്കുന്നുണ്ടോ ആൾക്കാര്? ഞാൻ $5.6 കോള ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ കൗണ്ടറിൽ ഒരാൾ പോലും കോളായിട്ട് വരുന്നില്ല കേട്ടാ. അതിപ്പോ കൊണ്ടുവന്ന കണ്ണാപ്പിന്നെ ഇല്ല ഓവർ പ്രൈസ് കാണിക്കുന്നില്ല. കണ്ണാപ്പി ബാഗിലിട്ട് കൊണ്ടുവന്ന എന്താണ്? എടാ ഇവിടെ ആള് നിക്കുന്നില്ല. ഹലോ കടയടക്കോ? ഹലോ കട അടക്കണോ? വേണ്ട. നല്ല കച്ചവടമുണ്ട്. നല്ല കച്ചവടമുള്ള സമയം കടയൊന്നും. ഒരു കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. ഇവിടെ കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. പിന്നെ ഇത് സൂക്ഷിച്ചേ. കോട്ടിട്ട കള്ളനാ. അവൻ കൊറേ നേരിട്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ. സാധനം ഒന്നും മേടിക്കുന്നില്ല. കൊടുക്കട്ടെ വീശട്ടെ. വേണ്ട കസ്റ്റമേഴ്സിനെ തല്ലല്ലേ. ഓ ഇവിടെ ആരാളത്? ഇവിടെ വീട് മാറി വന്ന് ആരോ സാധനം മേടിക്കാൻ വന്നു. ഒത്തിരി സാധനം എടുത്ത് പൈസ. സോഡ ലെമൺ ടീ അളിയാ. ഞാൻ ലെമൺ ടീ ഒക്കെ അണ്ണാ ലെമൺ ടീ മേടിക്കട്ടെ. ആൾക്കാർ അത് ലെമൺ ടീ. ലെമൺ ടീ വാങ്ങിക്ക്. $100 വലിയ പൈസ. ഷുഗർ ഫ്രീ സോഡ ബോട്ടിൽ. ആരെങ്കിലും പോവാണെങ്കിലേ ഞാനിവിടെ തൂലും പിടിച്ച് പോകണ്ട അടിക്കാൻ കേട്ടോ. പോയിട്ട് ഈ കാർഡ് സാർ ക്യാഷ് തരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ മേഡം? ഇത് 84. നമ്മള് ആവശ്യമില്ലാതെ ഒരു ഫ്രീസർ മേടിച്ചിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് സാധനവും ഇല്ല. വേറൊന്നും വെക്കാനും പറ്റത്തില്ല. ഇത് ലെമൺ ടീ ഡ്രിങ്ക് വെക്കാൻ സ്ഥലമില്ല. എടുത്തോണ്ടോ നിക്കോ. എടാ ഗോകു ആൾക്കാർ വേറെ ഗോകുവേ എന്റെ കൗണ്ടറിൽ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരു കള്ളം വന്നിട്ടുണ്ടേ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചൂലായിട്ട് ഞാൻ ഇവിടെ ചൂലായിട്ട് മാറിക്കാൻ ഇപ്പുണ്ട്. ഞാൻ പറഞ്ഞ കോട്ടിട്ട കള്ളൻ അതിപത്തന്നെ തല്ലല്ലേ. അവൻ കൈവെക്ക് കള്ളനാണോ നോക്കട്ടെ. തൂക്കുന്ന പോലെ നിപ്പുണ്ട് ഇവിടെ. അവന് വെച്ചു കൊടുക്കാം. എന്തൊക്കെ കാണണം ദൈവമേ. പൈസ ഒന്നോണ പൈസ ഒന്ന് നോക്കണം. അവനടുത്തേക്ക് പൈസ ഒന്ന് നോക്കണം. സാധനമായിട്ട് ഓടാനാ പ്ലാൻ. പൈസ അവ കാശോ കാണാമല്ലോ പറഞ്ഞ വെച്ചവൻ കണ്ണപ്പ എന്റെ കണ്ണ് കണ്ടോ? കാശൊന്ന് ഇറങ്ങിപ്പോയി. സാധനം ഒന്നും വാങ്ങിച്ചില്ലടാ. അവനല്ല എന്നിപ്പുറത്ത് ഞാൻ അടിക്കുന്ന റിയൽ കളറാണ്. നമ്മുടെ സാധനം ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്നത്. അങ്ങനെ പൊഴിഞ്ഞു വീഴും. കള്ളന്മാരാണ് പൊഴിഞ്ഞു വീഴും കേട്ടാ. സാധനം വീണ് എടുത്തു.
അണ്ണാ $5 വെച്ച കോള പടപടയിൽ വിറ്റ്. കോളം എല്ലാം പോയോ? പിന്നെ എന്താണ് വിചാരിച്ചതിനെ കുറിച്ച്? ഒരു 1 2 3 എന്തൊരു പെണ്ണേ നിന്നെ പിന്നെ ചേച്ചി കൊണ്ടോ വെരി വെരി കൗണ്ടർ. എടാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രീസ് പോലത്തെ സാധനം ആൾക്കാർ നിറച്ചു കുടിക്കുന്നുണ്ട് കേട്ടാ. അത് തന്നെ അത് മൊത്തം വിറ്റുപോയി. എന്താ അത് വിറ്റുപോയി സാധനം. എന്താ ഇവനെ അയ്യോ collection ഉണ്ട് ഇവന്. 2 കുപ്പി വെള്ളമൊക്കെ പൈസ കൊടുക്കുന്നുണ്ടോ അതോ പൈസ തന്നോണ്ടോ? പൈസ അവന് 1 രൂപ കൊടുക്കോണ്ട് വെയിറ്റ്. ഓ ഇനി ആ 1 രൂപ ഒന്നുമില്ല. വാ ഇവള് അത്യാവശ്യം സാധനം മേടിച്ചിട്ടുണ്ടേ. കാട ഈ കാടുള്ളവരെ പറ്റിക്കാൻ പറ്റില്ലടാ. എടേ എല്ലാരും വന്ന് ഈ ഷുഗർ ഫ്രീ സോഡ ഡെക്കാബ് സോഡ ഒക്കെ ചോദിക്കുന്നത് എന്ത് ചെയ്യണം? ഇനിയിപ്പൊ അത് നാളത്തേക്ക് മേടിച്ചപ്പോ ഇല്ല ഇന്നിന് സ്റ്റോക്ക് ചെയ്യണ്ട. കടയിലെ സാധനം എല്ലാം വിറ്റ് തീർക്ക്. നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കാം. മനസ്സിലായ? നീ എന്തോടാ സാമാർത്ഥ്യം പിടിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് കൂടുതൽ തരാം പൊക്കോ. ഇതെന്താണ് ഈ ട്രേ? എന്താടാ ഇതെന്താ സംഭവം? അറിയത്തില്ല. ഒരു രീതി കൊണ്ടുപോകാൻ പറ്റും ആൾക്കാരെ? തിരിച്ചു കൊണ്ടുവെക്ക. തിരിച്ചെടുക്കാനുള്ള സാധനം. നെക്സ്റ്റ് തള്ളുണ്ടാക്കല്ലേ മാഡം. പെട്ടെന്ന് എടാ ഗോകുവേ. അല്ല ഒന്നുമില്ല. 1 4 പാസ്ത വെനീസ് ഒക്കെ തീർന്ന് അതൊക്കെ വന്ന് ആൾക്കാർ ചോദിക്കുന്നതാണ്. ചോദിക്കട്ടെ. കുഴപ്പമില്ല. എല്ലായിടത്തും പറ നമ്മള് കട ക്ലിയർ ചെയ്യോ, നാളെ പുതിയ സ്റ്റോക്ക് വരുമെന്ന് കേട്ടാ. വിളിച്ചോ കസ്റ്റമേഴ്സിന് ഇല്ല കുഴപ്പമില്ല. കസ്റ്റമേഴ്സിന് നാളെ അതെ മാഡം ഇവിടെ തന്നെ വരണം. നമ്മൾ നാളെ പുതിയ സ്റ്റോക്കെല്ലാം വരുന്നുണ്ട്. അയ്യോ നടക്കാൻ പോലും ആവുന്നില്ല. ഓക്കെ. ഓ മാഡം ഇത് 2 വെള്ളല്ലേ? മാഡത്തിനും ക്രെഡിറ്റ് കാർഡ്. ഇടത്തെ സൈഡ് ട്രെവറിനെ പോലെ ഒരു കള്ളൻ. മാഡത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. മൊത്തം $10 ആയിരുന്നു. മാഡം $6 തന്നാൽ മതി. താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞപ്പോഴേ ഓടിയാട്ടാ. ഇവനൊരു പാൽപ്പായസം ഒരു കഞ്ഞി മേടിച്ചു. ഡിസ്കൗണ്ട് ഇല്ല, അണ്ടിയില്ല, ബാക്കി ചില്ലറ ഒരടിയുണ്ട്. ഡിസ്കൗണ്ട് ഇല്ല, അടിയില്ല, ഒരു അടിയുണ്ട്. $39 കൊടുക്കോട്ടറാ. ഞാൻ പറയട്ടെ ഒട്ടുമിക്ക ഒരു ആവശ്യമില്ലാത്ത ഫ്രിഡ്ജ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എടാ നമ്മുടെ സ്റ്റോക്ക് അത്യാവശ്യം ക്ലിയർ ആയോ? കൊക്കക്കോളൊക്കെ പടപടയാതെ വിറ്റുപോയത് അണ്ണൻ കണ്ടില്ലേ? അത് $5 മഴന്ന് വിറ്റുപോയി കൊക്കക്കോളൊക്കെ. ലാഭം നോക്കാം നമ്മളെ. 3 സെന്റ്. എന്റെ കടയാണ് സൂര്യനാരായണ. എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ. സൂര്യനാരായണ എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ എന്റെ കടയിൽ. കോള സാധനം പിടിച്ചു പൈസ തന്നോണ്ടാ? കുറെ സാധനം മേടിച്ചോട്ടാ. കാട തന്നെ കളല്ല. എന്നാ എഴുതി വെച്ചാ ട്രെവറിനെ പോലെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഇവ മോട്ടിച്ചോണ്ട് പോകുന്നത് എന്തൊക്കെയുണ്ട്. കൗണ്ടർ ക്ലിയർ ആയി. അയ്യോ അത് സാധനം ഇല്ല, സ്റ്റോക്ക് വേണ്ടേ അതിന്റെ വിറ്റുവാൻ. കൗണ്ടർ ക്ലിയർ അണ്ണാ ഞാൻ വന്നതിന് ഫോൺ നമ്പർ മാഡം ഇന്ന് നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് മാഡത്തിന് ഫ്ലാറ്റ് ടോട്ടൽ ബില്ല് വരുന്നത് $11 ആണ്. മാഡത്തിന് ഞാൻ അങ്ങോട്ട് $30 തരണം. പക്ഷെ ഞാൻ മാഡത്തിന് ഇന്ന് നമ്മുടെ ഇതായതുകൊണ്ട് റിമൈനിങ് ആയിട്ട് $50 തരുന്നുണ്ട്. മാഡം തരുന്നു. താങ്ക് യു സോ മച്ച്. നാളെ വരണേ. ബൈ. ഇത് നോക്കിയാണ് ഇതെന്താ എന്ത് വെച്ചിട്ടാ ഇത് ആൾക്ക്? കടയടച്ച് ഞാൻ ക്ലിയർ ചെയ്ത് നോക്കിയാ ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് നോക്കിയാ നമ്മള്. എടാ ഇനി ആകെ 5000 ഡെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 656 എത്തിച്ചു. ഞാൻ വന്നിട്ട് ഐശ്വര്യേ നാളെ കട ലാഭത്തിലോടും. സത്യത്തിൽ മുറ്റ ലാഭത്തിൽ കട. ഫ്രാഞ്ചൈസി ലെവൽ 8 ആയി. ഇൻകം 2499. എടാ കണ്ട മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ്. അത് 6 റോബേഴ്സ് മോഷണം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ പിടിച്ച്
റെന്റ് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, എംപ്ലോയി വേജസ്, അതർ കോസ്റ്റ്. ആ കുഴപ്പമില്ല. ശമ്പളം തന്നില്ല അണ്ണാ. എടാ ഇത് ഈ ഹോസ്റ്റിൽ തന്നെ നാളെ കളിക്കാൻ പറ്റുമോ നമുക്ക്? മുട്ട ഉണ്ടാക്കാൻ പോയതാ. ഓക്കെ, ലെറ്റ്സ് ഗോ.